ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 5/3/2025 ബുധനാഴ്ച 22,346 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഒരു 130ഓളം പോയിന്റ് പ്ലസിൽ ഗ്യാപ്പ് അപ്പിൽ 22,476 എന്ന ലെവലിലാണ്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നിഫ്റ്റി ഇന്ന് ഏതാണ്ട് 310 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് തന്നിട്ടുണ്ട്. ഇന്ന് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഒരു നല്ല ദിവസമായിരുന്നു എന്ന് വേണം പറയാൻ. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു. ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന റെസിസ്റ്റൻസിന്റെ തൊട്ടു താഴെ സാമാന്യം നല്ല ടാർഗറ്റ് തന്നെയായിരുന്നു. 140 പോയിന്റ് പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ പോരാത്തതിന് ഈ ലെവൽ 22,500 എന്ന ലെവൽ അതിനടുത്താണ്. അതൊരു റൗണ്ട് നമ്പറാണ്. അപ്പോൾ അവിടെയും അത്തരത്തിൽ അതൊരു റെസിസ്റ്റൻസ് ആയി മാറാമെന്നും അനുമാനിക്കാവുന്നതാണ്. അതിലും അപ്പുറം ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ 1 മിനിറ്റ് 3 മിനിറ്റ് പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ഉരുത്തിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും വളരെ നല്ല ഒരു ട്രേഡാണ് ലഭിച്ചത്. എന്നാൽ ഇത്തരത്തിലൊരു മൂവിങ് ലഭിച്ചതിന് ശേഷം വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവ്, അത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ റിവേഴ്സൽ പാറ്റേൺ തരുന്നത് തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് കൃത്യമായും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടു താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു അപ്വേർഡ് മൂവ്മെന്റിന് ട്രേഡ് ചെയ്യാവുന്നതായിരുന്നു. നമ്മൾ ഇന്നലത്തെ പ്ലാനിൽ നമ്മളുടെ ഒരു ഓപ്പണിങ്ങിന് ശേഷം ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം സെല്ലിംഗ് ഡയറക്ഷൻ കിട്ടിയാൽ ഈ ലെവലിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 22,200 എന്ന ലെവലിൽ താഴെ ഒരു ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഫർദർ വീണ്ടും വീണേക്കാമെന്നാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് നൽകിയതിന് ശേഷം പ്രൈസ് താഴെ വന്നതുകൊണ്ട് തന്നെ ഈ ലെവലിൽ നിന്നും ഒരു അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. ട്രേഡ് ചെയ്തു. എന്നാൽ ഡേയ്സ് ഹൈ ആണ് കിട്ടേണ്ട ടാർഗറ്റ്, കിട്ടാതെ ഇവിടുന്ന് റിവേഴ്സ് ആകുമ്പോൾ വീണ്ടും ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഈ ട്രേഡും ചെയ്യാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ടിൽ നിന്നും പ്രൈസ് വീണ്ടും തിരിയുകയാണ് ചെയ്തത്. തിരിച്ചറിയാൻ കഴിയുന്ന ഏതൊരാൾക്കും ഒന്നുകിൽ ഡേയ്സിലോ അതല്ലെങ്കിൽ ഈ ലെവലിന് താഴെ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു റിവേഴ്സൽ ഫോം ആകുമ്പോൾ കൃത്യമായും അതിന് കണക്കായ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി ഒരു പൊസിഷൻ എടുക്കാൻ കഴിഞ്ഞ ഏതൊരാൾക്കും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ടാർഗറ്റായി പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. അതിന് മുമ്പ് നമുക്ക് ലഭിച്ച ടാർഗറ്റ് തന്നെയാണ് പ്രാഥമികമായി ലഭിക്കേണ്ടത്. ആ ലെവലിൽ വന്നതിന് ശേഷം ചെറിയൊരു കൺസോളിഡേഷൻ, ഗ്രാജുവലി വളരെ സ്ലോ ആയിട്ടാണ് മാർക്കറ്റ് കയറി വന്നിരുന്നത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഓരോ ലെവലും ബ്രേക്ക് ചെയ്ത് പതിയെ സപ്പോർട്ട് എടുത്ത് പതിയെ ഒരുമാതിരി സ്റ്റെപ്പ് കയറുന്ന പോലെയാണ് കൃത്യമായും പ്രൈസ് കയറി വന്നത്. അത്തരത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ടിന് മുകളിലും കയറി ക്ലോസ് ആവുകയാണ് നിഫ്റ്റി ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധാപൂർവം ട്രേഡ് ചെയ്തവർക്ക് വളരെയധികം നല്ല P&Lകൾ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. ഏത് ഒരു പ്ലേസിൽ നിന്നും കൃത്യമായും ഡയറക്ഷൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞ എല്ലാവരും, പേപ്പർ ട്രേഡ് ചെയ്യുന്നവരും റിയൽ ട്രേഡ് ചെയ്യുന്നവരും എല്ലാം നല്ല പ്രോഫിറ്റിൻ്റെ P&Lകൾ ഷെയർ ചെയ്തു തന്നുകൊണ്ടേയിരുന്നു. എന്നാൽ എല്ലാം ഒന്നും പോസ്റ്റ് ചെയ്യുക സാധ്യമല്ല. ഇന്നത്തെ നമ്മുടെ പബ്ലിക് ചാനൽ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിരവധി നല്ല P&Lകൾ കാണാൻ കഴിയും. അത് നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുന്നവർ മികച്ച ട്രേഡേഴ്സായി മാറുന്നു എന്ന് കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ലഭിച്ച നമ്മുടെ ഈ പ്രൈസ് മൂവ്മെൻറ്റ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാമെന്ന് പരിശോധിക്കാം. 22,500 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 22,445 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മുകളിൽ 22,884 പ്രധാന റെസിസ്റ്റൻസ് ആയി മാറാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരു ലെവൽ. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 22,629, 728, 819 എന്നിങ്ങനെയുള്ള ലെവലുകളും ചേർത്തിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്. ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ
പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഈ ഓരോ ലെവലുകൾ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകൾ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി അവയിൽ ആശ്രയിച്ചുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ, അതായത് 22,385 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് പ്രൈസ് വീക്കായേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനകത്ത് പ്രധാന സപ്പോർട്ടായി വരുന്നത് 22,285 ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 48,600 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 49,331 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ 48,973, 49,109, 49,215 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് 48,973 എന്ന ലെവലാണ്. എന്നാൽ ഈ ഉയരത്തിന് മുകളിൽ ഒരു ബ്രേക്കിങ്ങും നമുക്കൊരു അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് നൽകുക. ഇത്തരം ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് അവ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് 48,400 എന്ന് പറയുന്ന ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും വീക്കായേക്കാം എന്നാണ് വിചാരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 74,255 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 74,031 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് 75,285 എന്ന ലെവലാണ്. എന്നാൽ അതിനിടയിൽ ചെറിയ റെസിസ്റ്റൻസുകളായി 74,639, 835, 75,111 എന്നിങ്ങനെയുള്ള ലെവലുകളും ചേർത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് അത് ഈ 74,639 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ നൽകുകയും ചെയ്യുന്നു എന്ന് വന്നാൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിയും എന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ കൃത്യമായും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഒരു ഫാളിംഗ് ട്രെൻഡ് ആയേക്കാം എന്ന് കരുതാൻ ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 73,653 എന്ന ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നാണ്.
അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് വീക്കായേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നത്. 73,341, 73,000 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. അതിൽ 73,000 അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയുള്ള നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, പഠനാർത്ഥം തയ്യാറാക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. യാതൊരു വിധത്തിലും ഇത് മറ്റൊരാളോട് ഒരു കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു സജഷൻ ഒന്നുമല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ലാത്തതിനാൽ തന്നെ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഞാൻ എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുന്നു, അത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്കും പഠനാർത്ഥം ഉപയോഗിക്കാവുന്നതാണ്. ഗുണകരമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്